പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുമസിൻ്റെ സന്തോഷത്തിലായിരിക്കുന്ന നമുക്ക് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈശോ ലോകത്തിലേക്ക് കടന്നു വന്ന് ദൈവം മനുഷ്യനായി അവിടുന്ന് ഞങ്ങളോടൊപ്പം ആയതിൻ്റെ വലിയ ആഘോഷത്തിലാണ് ഞങ്ങൾ. കർത്താവേ, ഈ ആഘോഷം ഞങ്ങൾ നീണ്ടു നിൽക്കണം. ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളപ്പോഴാണ് ഞങ്ങളുടെ ജീവിതം ആഘോഷമായിട്ട് മാറുന്നത്. ഈ ക്രിസ്മസ് കഴിഞ്ഞുള്ള ക്രിസ്മസ് ടൈഡ് കാലഘട്ടം യേശുവിനോടൊപ്പം നടന്നു നീങ്ങേണ്ട ഒരു യാത്ര. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈശോയോടൊപ്പം നടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ക്രിസ്മസ് നന്നായി ആഘോഷിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ആ ക്രിസ്മസിന്റെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് തുടർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് കഴിഞ്ഞുള്ള സമയത്തെക്കുറിച്ച് നമ്മൾ പറയുക ക്രിസ്മസ് ടൈഡ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാലഘട്ടം. അതൊരു ഡിസംബർ മാസം 25-ാം തീയതി കൊണ്ട് തീരേണ്ട ഒന്നല്ല ക്രിസ്മസ്. അതായത് ഇതുവരെ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം, ഭയത്തിൽ കഴിഞ്ഞ ജനം, പ്രകാശത്ത് ഇരുട്ടിൽ കഴിഞ്ഞ ജനം, അവര് വലിയൊരു പ്രകാശം കണ്ടു. അവരുടെ ജീവിത സന്തോഷത്തിന് സദ്വാർത്ത അവര് കണ്ട് അനുഭവിച്ചു. സമാധാനം അവരിലേക്ക് ഒന്ന് നിറഞ്ഞു. ഈ സമാധാനത്തിൽ സന്തോഷത്തില് ജീവിക്കുന്ന കാലഘട്ടമാണ് ഈ ക്രിസ്തുമസ് ടൈഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ നമ്മൾ നക്ഷത്രം ഒക്കെ അയച്ചു, ആഘോഷമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പഴയ പടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, അവൻ നമ്മുടെ ജീവിത യാത്രയിൽ നമ്മോട് കൂടെ നടക്കുന്നു. ദൈവ സാന്നിധ്യത്തെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഓർക്കുന്നുണ്ടോ? ഇന്ന് ധ്യാനിക്കേണ്ട കാര്യം അതാണ്, ദൈവ സാന്നിധ്യം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം 15-20 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതാണ്. ഇടയന്മാർ പോയി യേശു ക്രിസ്തുവിനെ കണ്ടു, ജ്ഞാനികൾ അവർ യാത്ര തിരിച്ചു പുൽക്കൂട്ടിലേക്ക്. പിന്നീട് നമ്മൾ കാണുന്നത്, ക്രിസ്മസ് കഴിഞ്ഞിട്ടും ഞാൻ യേശുവിനെ അന്വേഷിക്കുന്നുണ്ടോ? യേശുവിനെ കണ്ട ഞാൻ യേശുവിനെ അനുഭവിക്കണം. ആ യേശു അനുഭവത്തിന്റെ ആഴങ്ങളിലേക്കും വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്കും നമ്മൾ കടക്കണം. സാധാരണ ജീവിതം തന്നെ മാറി മറിയണം. അത് വിശുദ്ധമായ ജീവിതമായിട്ട് മാറണം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ടൈഡ് നമ്മോട് പറയുന്നത് ദൈവം നമ്മുടെ സാധാരണ ജീവിതത്തിലും ജീവിക്കുന്നു. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഇതാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങള്, വ്യക്തിബന്ധങ്ങള്, നമ്മുടെ ജോലി, എല്ലാ മേഖലകളിലും ഒക്കെ കർത്താവിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ കടന്നു ചെല്ലട്ടെ. ഇനി ഒരിക്കലും പഴയ പടിയിലേക്ക് നമ്മൾ കടന്നു പോകരുത്. ഇനി ഒരു അടിമത്തത്തിന്റെ മക്കളായിട്ട് നമ്മൾ ജീവിക്കരുത്. യേശു ക്രിസ്തുവിനെ കണ്ട നമ്മൾ, യേശു ക്രിസ്തുവിനെ അനുഭവിച്ച നമ്മൾ, ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കണം. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് നിത്യജീവൻ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയെ കുറിച്ചുള്ള അറിവ് അത് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ വന്ന് ജനിച്ചു മനുഷ്യനായിട്ട് അവതരിച്ച് അവിടുന്ന് കുരിശിൽ മടിച്ച് ഉദ്ധാനം ചെയ്തു പോയി എന്നുള്ളതല്ല, ഇന്നും ജീവിക്കുന്നവനായ ദൈവം. ആ ജീവിക്കുന്ന ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും, രോഗാവസ്ഥകളിലേക്ക്, തകർച്ചകളിലേക്ക്, ജോലിയിലേക്ക്, പഠനത്തിലേക്ക്, കുടുംബത്തിന്റെ മേഖലകളിലേക്ക്, എല്ലാ മേഖലകളിലേക്കും കർത്താവ് കടന്നു വരണം. അപ്പോഴാണ് ഈ ഒരു ക്രിസ്മസ് ടൈഡ് ഒരു സന്തോഷം നിലനിൽക്കുന്ന ഒരു യാത്രയായിട്ട്, പിൽഗ്രിമേജ് ആയിട്ട് മാറുന്നത്. നമ്മൾക്കറിയാം, നമ്മള് ഒരു ജൂബിലി വർഷത്തിന്റെ സമാപനത്തിലാണ്. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകർ. അത് സ്വർഗത്തിൽ എത്തിച്ചേരുവോളം നമ്മൾ ദൈവത്തോട് ചേർന്ന് നടന്നുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. വിശ്വാസത്തിൽ നമ്മൾ വളരണം, ആഴപ്പെടണം, ബന്ധങ്ങളിൽ വളരണം. ദൈവത്തോടുള്ള ബന്ധത്തില്, സഹോദരങ്ങളുടെ ബന്ധത്തില് അറ്റുപോയ ആ ബന്ധം ദൈവം ആ കണ്ണി വിളക്കി ചേർത്തപ്പോൾ ഇനി അത് വളരാൻ, ആഴത്തിൽ വളരാൻ, വേരുവാകാൻ ഇടയാകണം. വിശ്വാസത്തില്, സ്നേഹത്തില്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടെടുത്ത് ആ സന്തോഷത്തിന്റെ നിറവിൽ ഓരോ ക്രിസ്ത്യാനിക്കും ജീവിക്കാനായിട്ട് സാധിക്കണം. ആ സദ്വാർത്ത ലോകം മുഴുവൻ നമ്മൾ അറിയിക്കണം.
എൻ്റെ ജീവിതത്തിലൂടെ വേണം പ്രിയമുള്ളവരെ ഞാൻ അറിയിക്കാൻ. ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ഈ സദ്വാർത്ത ജീവിക്കുന്നതിലൂടെ മറ്റുള്ളവർ അറിയാനിടയാകണം. എൻ്റെ കുടുംബത്തില് മറ്റുള്ളവർ തിരിച്ചറിയണം, എൻ്റെ ഉള്ളിൽ ഈ ജീവിക്കുന്നവനാ കർത്താവ്, ഇമ്മാനുവേൽ എന്നോടൊപ്പം ഉണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ സംസാരത്തിലുണ്ട്, എൻ്റെ പ്രവൃത്തിയിലുണ്ട്. എൻ്റെ ജീവിതം തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറുന്ന ഒരു അവസ്ഥ എന്നിലേക്ക് കടക്കണം. അപ്പോഴാണ് നമ്മൾ ആഘോഷിച്ച ക്രിസ്തുമസ് അവിടെ തീർന്നില്ല എന്നും അതൊരു തുടർച്ചയായിട്ട്, ഒരു തീർത്ഥാടനമായിട്ട് വിശ്വാസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കണം. യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം. ഓരോ ദിവസത്തിന്റെ അവസ്ഥകളിൽ, സാധാരണ ജീവിതത്തിന്റെ അവസ്ഥകളിൽ, പരിവരുത്ത ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലുള്ളിൽ ഞാൻ തനിച്ചല്ല, എന്നെ രക്ഷിക്കാനായിട്ട് വന്ന കർത്താവ് എന്റെ കൂടെയുണ്ട്. അവിടുന്ന് എന്നോടൊപ്പം നടക്കുന്ന ദൈവമാണ്, എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവാണ്, എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്, എനിക്ക് സമാധാനം നൽകുന്ന ദൈവമാണ്, എന്നെ രക്ഷിക്കുന്ന കർത്താവാണ്, എന്റെ ജീവിതത്തില് സൗഖ്യം തരുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ മക്കൾ ഭയം കൂടാതെ മുന്നോട്ട് പോകണം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ക്രിസ്മസ് ടൈഡിൽ ഇത് നമുക്ക് ചിന്തിക്കാം. പ്രത്യാശയുടെ തീർത്ഥാടകരായി യേശുവിനോടൊപ്പം കൂടെ വസിക്കുന്ന ദൈവത്തോടൊപ്പം നടക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയ സന്തോഷത്തിലായിരിക്കുന്ന ഞങ്ങൾ, സന്തോഷത്തിന്റെ സദ്വാർത്ത കണ്ട ഞങ്ങൾ, അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾ, ജീവിതത്തിൽ അങ്ങയോടുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരാൻ, ആ ബന്ധം ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ, സഹോദരങ്ങളുടെ ബന്ധത്തിൽ ഊട്ടി ഉറപ്പിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് പകർന്നു നൽകുന്ന സന്തോഷവും സമാധാനവും രക്ഷയും ഞങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്കും കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നവരിലേക്കും ഈ ഒരു സ്നേഹവും സമാധാനവും രക്ഷയും ഒക്കെ പ്രകാശവും കടന്നു വരാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.